നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറാൻ സാധ്യത. DGP നേരത്തെ നിയമോപദേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. നിയമോപദേശവും MR അജിത് കുമാറിന്റെ വിശദീകരണവും ഉൾപ്പെടുത്തിയായിരിക്കും DGP റിപ്പോർട്ട് നൽകുക. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ നടത്തിയ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ കൈമാറുക. ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ കൃത്യവിലോപം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ക്രമവിരുദ്ധമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ കൃത്യമായ നടപടിയെടുക്കണമെന്ന കാര്യവും റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് സൂചന. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ 5 പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ സമ്മർദ്ദമുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അത്തരത്തിൽ ആദ്യം അന്വേഷണം നടത്തിയ സംഘം അതുമായി ബന്ധപ്പെട്ട ചില മൊഴികൾ SITക്ക് നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിന്റെ മൊഴിയും ഈ കേസുമായി ബന്ധപ്പെട്ട് SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇതിൽ നിയമോപദേശം തേടുന്ന തരത്തിലേക്ക് കൂടി സംസ്ഥാന പോലീസ് മേധാവി കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിന്റെ വിശദീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്തിമ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുക. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാകും വിഷയത്തിൽ ഉണ്ടാകുക എന്നതാണ് ശ്രദ്ധേയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.